കഴിഞ്ഞ ദിവസം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത എംപിമാരിൽ പഞ്ചാബിൽ നിന്നും സിഖ് പ്രതിനിധിയായി രവനീത് സിംഗ് ബിട്ടുവിൻ്റെ പേരുമുണ്ട്. എന്നാൽ ഇതിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലുധിയാനയിൽ നിന്ന് ബിട്ടു പരാജയപ്പെടുകയായിരുന്നു. എങ്കിലും അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. മുൻ പാട്യാല എംപിയും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ പ്രണീത് കൗർ, അമൃത്സറിൽ നിന്നും പരാജയപ്പെട്ട മുൻ നയതന്ത്രജ്ഞൻ തരൺജിത് സിംഗ് സന്ധു, ബെതിൻഡയിൽ നിന്ന് പരാജയപ്പെട്ട മുൻ IAS ഓഫീസർ പറമ്പിൽ കൗർ സിദ്ധു, ഫരീദ്കോട്ടിൽ നിന്ന് പരാജയപ്പെട്ട ഗായകൻ ഹൻസ് രാജ് ഹൻസ് എന്നിവരെയൊന്നും BJP മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. പകരം പരിഗണിച്ചത് രവനീത് സിംഗ് ബിട്ടുവിനെയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് പഞ്ചാബിൽ അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ നവനീത് സിംഗ് ബിട്ടുവിന് BJP ഇത്ര വലിയ പരിഗണന കൊടുക്കുന്നത്? അദ്ദേഹത്തെപ്പോലെ മത്സരിച്ച് തോറ്റ ഒട്ടനവധി പേർ വേറെയുണ്ട്. അവരാരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ ബിട്ടുവിന് മാത്രം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് എന്താണ് എന്നുള്ളതാണ് നിലവിലുയരുന്ന ചോദ്യം. ഈ ബിട്ടു നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു അടിയുറച്ച BJP പ്രവർത്തകനായിരുന്നില്ല. നേരത്തെ 3 തവണ ഇദ്ദേഹം MP ആയിട്ടുണ്ട്. പക്ഷേ അത് BJPയിൽ നിന്നുകൊണ്ടല്ല. 3 തവണ MP ആയപ്പോഴും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. 2009 ആൻപൂർ സാഹിബിൽ നിന്നാണ് ബിട്ടു ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനുശേഷം 2014 2019 ലുധിയാനയിൽ നിന്നും ബിട്ടു വിജയിച്ചു. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു തോന്നൽ ബിട്ടുവിനുണ്ടായത്. ഇത്തവണയും കോൺഗ്രസ് ജയിക്കില്ല, BJPയിലേക്ക് പോകാം, അവിടെ ചെന്നാൽ മന്ത്രിയാകാം, പിന്നെ മറ്റൊന്നും നോക്കിയില്ല. തോന്നൽ വന്നതിന് പിന്നാലെ പുള്ളിക്കാരൻ പാർട്ടി മാറി, BJP ആയി. 3 തവണ കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് നൽകി മത്സരിപ്പിച്ച് വിജയിച്ച വ്യക്തിയാണ് ഈ ബിട്ടു എന്നുകൂടി ഓർക്കണം. കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ ഫലമില്ല എന്ന് കണ്ടതോടെ അടുത്ത പാർട്ടിയിലേക്ക് പോകാൻ പുള്ളിക്കാരന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ഉത്തരേന്ത്യയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് പലരും പറയും. എന്നാലൊരു സുപ്രഭാതത്തിൽ ഒരാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറിയാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? സംശയം വേണ്ട, തീർച്ചയായും കാലുമടക്കി തൊഴിച്ച് പുറത്തു കളയും. ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടായതാണോ എന്നറിയില്ല. ഈ പുള്ളിക്കാരനെയും, അതായത് ബിട്ടുവിനെയും, അവിടുത്തെ ജനങ്ങൾ പുറങ്കാലടിച്ച് തൊഴിച്ച് വെളിയിൽ കളഞ്ഞു. BJP സ്ഥാനാർത്ഥിയായാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിട്ടു മത്സരിച്ചത് എങ്കിലും പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാറങ്ങിനോട് ഏകദേശം 20,000 വോട്ടുകൾക്കാണ് ഇദ്ദേഹം പരാജയപ്പെട്ടത്. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 5 നഗരപ്രദേശങ്ങളിൽ ബിട്ടു വിജയിച്ചു. എന്നാൽ സാധാരണ കർഷകർ പുള്ളിക്ക് പണി കൊടുത്തു. BJPക്കെതിരായ കർഷക പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നല്ല അന്തസ്സായി അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങി. ബിട്ടു ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല കേട്ടോ. പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയുടെ ചെറുമകനാണ് ആള്. ബിട്ടുവിന് 20 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ ബിയാൻ സിംഗ് കൊല്ലപ്പെട്ടു. 1995 ഓഗസ്റ്റ് 31 ചണ്ഡീഗഡിൽ വെച്ച് ബിയാൻ സിംഗിനെ ഖാലിസ്ഥാൻ അനുകൂല ഭീകരർ കൊലപ്പെടുത്തിയത്. 2007 കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ബിട്ടു രാഷ്ട്രീയത്തിലെത്തിയത്. അതിനു മുമ്പ് ബിട്ടു ഒരു ചെറിയ സിമൻറ്റ് ഉൽപ്പാദന യൂണിറ്റ് നടത്തിയിരുന്നു. 2008 33-ാം വയസ്സിൽ പഞ്ചാബ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ബിട്ടു നിയമിതനായി. അല്ല, രാഹുൽ ഗാന്ധി നിയമിച്ചു. ലുധിയാന ജില്ലയിലെ കോട്ട്ല അഫ്ഗാന ഗ്രാമത്തിലാണ് ബിട്ടുവിൻ്റെ കുടുംബം. പാരമ്പര്യമായി കോൺഗ്രസ്സുകാരാണ്. അതിനിടയിലാണ് ഇദ്ദേഹം ചാടിമറിഞ്ഞ് BJPയിലേക്ക് പോയത്. ബിട്ടു BJPയിൽ ചേർന്നതിന് പിന്നാലെ കുടുംബത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾ രൂപമെടുത്തു. ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ തേജ് പ്രകാശ് സിംഗ് മുൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബന്ധു ഗുർകിരത് കോട്ട്ലി 2 തവണ MLAയും ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്നു. ഇരുവരും ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തിയവരുമാണ് ഇവർ. ഈ ഖാലിസ്ഥാൻകാർ മുത്തച്ഛനെ കൊലപ്പെടുത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഖാലിസ്ഥാൻ അനുകൂല മതമൗലികവാദികളുടെ വിമർശകനായി ബിട്ടു കണക്കാക്കപ്പെടുന്നു. ബിട്ടുവിന് നിരവധി തവണ ഭീഷണികൾ ലഭിച്ചിട്ടുണ്ട്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജലാലാബാദിൽ നിന്ന് അന്നത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലിനും സംസ്ഥാന AAP തലവൻ ഭഗവത് മാനിനുമെതിരെ രവനീത് സിംഗ് ബിട്ടു മത്സരിച്ചെങ്കിലും 3-ാം സ്ഥാനത്താണ് എത്തിയത്. ലുധിയാന MP ആയിരുന്ന 10 വർഷത്തെ ഭരണകാലത്ത് ബിട്ടു ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു.
പ്രത്യേകിച്ചും കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അർത്ഥ സഹോദരൻ ഗുരിക്ബാൽ സിംഗ് ഹണി പഞ്ചാബ് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടായി നിയമിക്കപ്പെട്ടത് അടക്കമുള്ള ആരോപണങ്ങൾ ഈ പുള്ളിക്കാരൻ നേരിട്ടു. എല്ലാത്തിനും പരിഹാരം BJP ആണെന്നാണല്ലോ ഇപ്പോഴത്തെ പറച്ചിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവസാന നിമിഷം ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ബിട്ടു BJPയിലേക്ക് ചാടി. പക്ഷേ ജനങ്ങൾ പുള്ളിക്കാരനെ കൈയൊഴിഞ്ഞു. പണ്ടേ ജനാധിപത്യ രീതിയിൽ മന്ത്രിയും MP-യും MLA-യും ഒന്നും ആക്കുന്ന രീതി BJPക്കാർക്ക് കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ തോറ്റ ബിട്ടുവിനെ കേന്ദ്രമന്ത്രിയാക്കി മാറ്റിയതിൽ ആർക്കെങ്കിലും അത്ഭുതം തോന്നുകയാണെങ്കിൽ അത് വേണ്ട. അങ്ങനെ അത്ഭുതം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുരളീധരൻ്റെ കാര്യവും രാജീവ് ചന്ദ്രശേഖറിനെയും അൽഫോൺസ് കണ്ണന്താനത്തെയുമൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി.